ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്? ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ റെക്കഗ്നീഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. 2022 ശേഷം തമിഴ്നാടുള്ള യൂണിവേഴ്സിറ്റീസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഭാരതിയാറൊന്നും പുതിയ നോട്ടിഫിക്കേഷൻസ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നോന് ഫസ്റ്റ് ഇതാണ്. ഇതൊക്കെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്? ഇതാണ് ചോദിക്കുന്നത്. +2 കഴിഞ്ഞ കുട്ടികളുണ്ടായിരിക്കും ഡിഗ്രിക്ക് വേണ്ടിയിട്ട്. ദെൻ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാന്നുള്ളതാണ്. സോ ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ, ഈ 4 യൂണിവേഴ്സിറ്റീസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BCom, BBA, MCom, MBA കോഴ്സസ്. ഈ 4 കോഴ്സസിനാണ് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ കൊടുക്കുന്നു. അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ റെക്കഗ്നീഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവുള്ളൂ. UGCയുടെ റെക്കഗ്നീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന് വേണ്ടിയിട്ട് UGC സെപ്പറേറ്റ് ഒരു അതോറിറ്റിയെ വെച്ചിട്ടുണ്ട്. അതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ, DEB. സോ UGC DEB എന്ന് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് നേരെ പോകാൻ സാധിക്കും. സോ ഓരോ അക്കാഡമിക് ഇയറിലും UGC റെക്കഗ്നിഷൻ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിൽ. ദെൻ UGC റെക്കഗ്നിഷൻ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് അതിലുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിക്കും UGC കൊടുത്തിട്ടുള്ള കോഴ്സസ്, റെക്കഗ്നിഷൻ കൊടുത്തിട്ടുള്ള കോഴ്സസിൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളും നിങ്ങൾ വൃത്തിയായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഏതൊക്കെ യൂണിവേഴ്സിറ്റിക്കാണ് ഒരു അക്കാഡമിക് ഇയർ റെക്കഗ്നിഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. ദെൻ ആ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കോഴ്സസിനും ചിലപ്പോൾ UGCയുടെ റെക്കഗ്നിഷൻ ഉണ്ടായിരിക്കണം എന്ന് ഇല്ല. സോ ഏതൊക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ നോക്കും വേണം. അപ്പോൾ അങ്ങനെ UGCയുടെ റെക്കഗ്നീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിന് പഠിക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം, നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന കോഴ്സിന് വാല്യൂ ഉണ്ടാവണ്ടേ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഈ കാര്യം ഇതാണ്. കാരണം ഒരുപാട് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പല കുട്ടികളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കേൾക്കാത്ത പല യൂണിവേഴ്സിറ്റിയും അതിന് റെക്കഗ്നീഷൻ ഉണ്ട്, ഇതിന് റെക്കഗ്നീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാതിനെയും അറിയില്ല. ദെൻ ചില കോഴ്സിന് ഇപ്പോൾ UGCയുടെ ചിലപ്പോൾ റെക്കഗ്നീഷൻ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ബട്ട് എല്ലാ കോഴ്സസിനും കൊടുത്തിട്ടുണ്ടാവില്ല. ചില കോഴ്സിന് കൊടുത്തിട്ടുണ്ടാവും, ചിലതിന് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ബേസിക് ആയിട്ട് ആദ്യം വേണ്ട കാര്യം ഇതാണ്. ഇനി രണ്ടാമതായിട്ട് UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്, ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അത് വിട്ടിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് പോകരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ
നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാടുള്ള ഭാരതീയ യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കും. ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് ജൂറിസ്ഡിക്ഷൻ വിട്ടിട്ട് പോകരുത്. ആ സ്റ്റേറ്റിൻ്റെ ഒരു ഏരിയ ഉണ്ട്, പരിധി, അത് വിട്ടിട്ട് പുറമേ പോയിട്ട് എക്സാം സെൻറ്ററും മറ്റു കാര്യങ്ങളൊന്നും വെക്കരുത് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമായിട്ടാണ് കേസ് ഉണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ UGCയും തമ്മിലുള്ള കേസൊക്കെ ആയിരുന്നു. അവസാനം 2022 ആ കേസിന് ഒരു എൻഡ് വരലും. അതുകൊണ്ട് തന്നെ 2022 ശേഷം തമിഴ്നാടുള്ള യൂണിവേഴ്സിറ്റീസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഭാരതീയറൊന്നും പുതിയ നോട്ടിഫിക്കേഷൻസ് വിളിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ പുറമേയുള്ള ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസ് പുതിയ അഡ്മിഷൻ വിളിച്ച് അതിൻ്റെ എക്സാം നമുക്ക് കേരളത്തിൽ ഇരുന്ന് എഴുതാൻ സാധിക്കുമോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UGC അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു എന്താണ് ഒരു പുതിയൊരു കാര്യം മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2022 ശേഷം ഇതുവരെയായിട്ട് ഡിസ്റ്റൻസ് മോഡിൽ ഇങ്ങനത്തെ ഒരു കോൾ ഫോർ ഒരു യൂണിവേഴ്സിറ്റിയും ചെയ്യാത്ത. മനസ്സിലാവുണ്ടോ? ആകെ കൂടിയിട്ട് ഈ പറയുന്ന ഇപ്പോൾ പുറമേയുള്ള യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടുള്ള മോഡിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് വിളിച്ചിട്ടുണ്ട്. അതല്ലാത്ത പ്യുവർ ഡിസ്റ്റൻസ് മോഡ് ഇതുവരെയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇപ്രാവശ്യം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ വിളിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിറ്റി വിളിക്കുകയാണെങ്കിൽ നമ്മളത് എന്താണ് നിർബന്ധമായി നമ്മുടെ ചാനലിലൂടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കും അതിന് റെക്കഗ്നീഷൻ ഉണ്ടായിരിക്കും. ബട്ട് അവർക്ക് ഡിസ്റ്റൻസ് മോഡിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ വെച്ചിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്. അത് വിട്ടിട്ടുള്ള പരിപാടി നടക്കുന്നതല്ല. വാളയാറ് വിട്ടിട്ട് അവർക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് പോരാൻ പറ്റില്ല. അതാണ് നിയമം. അപ്പോൾ ഇതിനൊരു പ്രശ്നമില്ലാണ്ട് വരുന്നത് ഈ ജൂറിസ്ഡിക്ഷൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇഗ്നോന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മുടെ ഇന്ത്യ മൊത്തം വ്യാപിച്ച് കിടക്കുന്നതാണ്, നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ബാക്കിയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനാണ് ഈ പറഞ്ഞ ഏരിയ എന്ന് പറയണത് ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, ഏതാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ഏതാണ്, ഏറ്റവും ടഫസ്റ്റ്, ഏറ്റവും സിംപ്ലസ്റ്റ്, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജൂറിസ്ഡിക്ഷൻ ബേസിൽ ഓരോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കും ഒരു എന്താണ് ഏരിയ ഉണ്ട്, അത് വിട്ടിട്ട് കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അത് മനസ്സിൽ വെക്കുക. ഇനി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കേസിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ ഡിസ്റ്റൻസ് നിർത്തി അതിന് പകരം എല്ലാ ഡിസ്റ്റൻസും കൂടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഒരു പരിപാടി, അതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ അതിൻ്റെ കോഴ്സസ് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് ആവട്ടെ, MG ആവട്ടെ, കേരള ആവട്ടെ, കണ്ണൂരുണ്ട്, ഇവരൊക്കെ ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നതാണ്. അതൊക്കെ നിർത്തിയിട്ട് അവരുടെ കോഴ്സസും അല്ലാതും ഇനി ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ പ്രാവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും BCom ആവട്ടെ MCom ആവട്ടെ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാലിക്കറ്റിലൂടെയും നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാലിക്കറ്റ് BCom അതുപോലെ തന്നെ MCom ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക, ഇങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും ഡിസ്റ്റൻസ് കോഴ്സസ് നിർത്തി അതൊക്കെ ഒറ്റ യൂണിവേഴ്സിറ്റി, അതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതൊക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ പ്രാവശ്യം കാലിക്കറ്റിന് കോഴ്സസ് ഓഫർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കും. ദെൻ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു 5 ഡിസ്ട്രിക്റ്റ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിസ്റ്റൻസ് പഠിക്കാനാണ് ഞാൻ എപ്പോഴും പറയാറ്. അതിനുള്ള കാരണം BCom MCom അതുപോലെ തന്നെ എന്താ പറയുക BBA, ഈ 3 കോഴ്സസാണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള. MBAക്ക് ഡിസ്റ്റൻസ് ഇല്ല കാലിക്കറ്റിൽ. ഈ പറയുന്ന PG കോഴ്സായിട്ടുള്ള MCom, അതുപോലെ ഡിഗ്രി BCom BBA, ഇതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് സിലബസ് നിസ്സംശയം പറയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെയാണ്.
ഏറ്റവും ബെസ്റ്റ് സിലബസ്. ഇപ്പം M.Com ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നെറ്റ് എക്സാമിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിലബസ് ആണ്. നെറ്റിന് പഠിക്കാനുള്ള അതേ കാര്യങ്ങൾ, അതേ സിലബസ് തന്നെയാണ് ഒരു പരിധി വരെ നമുക്ക് M.Com-ന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സിലബസ് നോക്കിയാൽ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ റെഗുലറിൻ്റെ കാണാൻ സാധിക്കുക. മറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇഗ്നു ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയും നോക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞ് നിങ്ങൾ കോമ്പറ്റിറ്റീവ് എക്സാമിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന സിലബസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ്. സിലബസ് വൈസ് ഏറ്റവും ബെസ്റ്റ് കാലിക്കറ്റ് ആണ്. വാല്യൂ ബേസിൽ നോക്കുകയാണെങ്കിലും കാലിക്കറ്റ് തന്നെയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പഠിക്കാൻ നന്നായിട്ടുണ്ട്, ബട്ട് വാല്യൂ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ബേസിൽ നോക്കുമ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതാൻ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് നിർബന്ധമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. ദെൻ വാല്യൂ ചെയ്ത് റിസൾട്ടൊക്കെ വരുന്ന കേസിലാണെങ്കിലും ഇപ്പോൾ ക്വിക്കായിട്ട് വരുന്നുണ്ട് ബാർകോഡ് ബേസ്ഡ് സിസ്റ്റം വന്നതിന് ശേഷം. ദെൻ റെഗുലറിൻ്റെയും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെയും എക്സാം ഒരുമിച്ചാണ് വരുന്നത്. റിസൾട്ട് പെട്ടെന്ന് തന്നെ ഒരുമിച്ച് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിഗ്രി ഇപ്പോൾ കാലിക്കറ്റിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ PG M.Com കാലിക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സ് കിട്ടുമെങ്കിൽ പഠിക്കാൻ നോക്കാം. അതുപോലെ തന്നെ +2 കഴിഞ്ഞ കുട്ടികൾ ഡിഗ്രി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വാല്യൂവിൻ്റെ ബേസിൽ കാലിക്കറ്റാണ് ബെസ്റ്റ്. ബട്ട് പഠിക്കാനുണ്ട്. വാല്യൂ ഒന്നിന് കൂടുമ്പോൾ അതനുസരിച്ചിട്ട് അവിടെ ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും വരാം. വെറുതെ ഒന്നിന് വാല്യൂ ഉണ്ടാവില്ലല്ലോ. എങ്ങനെയാണ് മൂല്യം ഉണ്ടാവുന്നത്? അതിൻ്റെ സിലബസ് ഗുണമുള്ളത് കൊണ്ടാണ്, കുറച്ച് ടഫ് അല്ലേ പഠിക്കാനുള്ളത് കൊണ്ടാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിന് അത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് കാലിക്കറ്റിൻ്റെ കേസ്. ദെൻ കമ്പാരിറ്റീവ്ലി അത്രത്തോളം ചിലവ് എന്ന് പറയാനില്ല. ഒരു 4000 രൂപയുടെ അടുത്തൊക്കെയാണ് ഒരു വർഷം രജിസ്ട്രേഷൻ ഫീസ്. അതിപ്പോൾ B.Com-നാവട്ടെ M.Com-നാവട്ടെ വരുന്നത്. വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ. ഇതാണ് ആദ്യത്തെ. ഇനി രണ്ടാമത് നമുക്ക് ഈ പറഞ്ഞ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോട്ട് പോവാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അതിൻ്റെ കോഴ്സസ് ഉണ്ട്, പേപ്പേഴ്സ് ഉണ്ട്, നമുക്ക് അല്ല റെഫർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു എക്സാമിലോട്ട് പോകുമ്പോൾ. നേരെ മറിച്ച് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ കേരളത്തിലെല്ലാ ഡിസ്റ്റൻസും കോൺസെൻട്രേറ്റ് ചെയ്യാം. നമുക്കറിയില്ല ഇനി എങ്ങനെയായിരിക്കുന്നത്. അതാണ് ഉദ്ദേശം. അപ്പോൾ അവർ ഒരു പുതിയ യൂണിവേഴ്സിറ്റിയാണത്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കോഴ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. പിന്നെ 4 ഇയർ UG പ്രോഗ്രാമിനൊക്കെ റെക്കഗ്നീഷൻ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ വാല്യൂ ഉണ്ട് അല്ല, കേരളത്തിൻ്റെ ഡിസ്റ്റൻസ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇനി കമ്പയർ ചെയ്യുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഞാൻ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് സൂപ്പർ സിലബസ് ആണ്. ബട്ട് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിലബസിലോട്ട് പോകുമ്പോൾ എനിക്ക് അത്രത്തോളം ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള അത്രത്തോളം ഒരു ലെവൽ എനിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാലും സിലബസ് മോശം സിലബസ് എന്നല്ല, ബട്ട് ഏറ്റവും ബെസ്റ്റ് എന്നാലും ഞാൻ പറയാം നമ്പർ 1 കൊടുക്കുക കാലിക്കറ്റിന് തന്നെയായിരിക്കും. ഞാൻ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കേസിലോട്ട് പോകുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിനും അസൈൻമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോൾ വേണം. നേരെ മറിച്ച് കാലിക്കറ്റിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഡിസ്റ്റൻസ് ആയി പഠിക്കുന്ന കുട്ടികൾക്ക് അസൈൻമെൻറ്റ് എഴുതാനുള്ള നേരമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കാലിക്കറ്റ് ചെയ്യുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. അത് ഇഗ്നോയ്ക്ക് മസ്റ്റാണ്. ഓരോ സബ്ജക്റ്റിനും അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സമയം ഇല്ലാത്തവർ കാലിക്കറ്റ് എടുക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ സിലബസ് ഞാൻ എപ്പോഴും നമ്പർ 1 കൊടുക്കുക കാലിക്കറ്റിന് തന്നെയാണ്. ദെൻ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിലും 2 യൂണിവേഴ്സിറ്റിയിലും ഫിനാൻസും കോർപ്പറേഷനും M.Com-ന് മാർക്കറ്റിങ്ങും ഫിനാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയണു, സിലബസ് വൈസ് നമുക്ക് നമ്പർ 1 കാലിക്കറ്റ് കൊടുക്കാം. രണ്ടാമത് മാത്രമേ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇഗ്നു ആണ്. വാല്യൂ നോ പ്രോബ്ലം, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. വാല്യൂ ബേസ്ഡ് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ബട്ട് സിലബസിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്പർ 1. സിലബസ് ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമിന് അത്രത്തോളം ആ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല.
അത് മാത്രമല്ല ഇഗ്നോൻ്റെ എം.കോം കോഴ്സസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ അതുപോലെ തന്നെ ബി.കോം ആവട്ടെ നമുക്ക് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ കിട്ടാൻ പാടാണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ കിട്ടില്ലേ, ജനറൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും പഠിക്കാൻ സാധിക്കും എം.കോം. അങ്ങനെയാണ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബി.കോം കഴിയണമെന്നില്ല. അത് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി.കോം അതുപോലെ തന്നെ BBA കഴിഞ്ഞ ഒരു കുട്ടിക്ക് മാത്രമേ എം.കോം പഠിക്കാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഇഗ്നോയിലൊന്നും അങ്ങനെയല്ല. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ജനറൽ എം.കോം ആണ്. ഏത് ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അത് ഈ പറയുന്ന SGOയിലും അങ്ങനെ തന്നെയാണ്, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും. അപ്പോൾ അതുകൊണ്ടാണ് കാലിക്കറ്റിൻ്റെ സിലബസ് ഇത്രത്തോളം സൂപ്പറായിട്ട് നിൽക്കുന്നത്. അവിടെ പ്രൊഫഷണൽ കോഴ്സൊക്കെ ചെയ്ത കുട്ടികൾക്കാണ് ഫിനാൻസ് സ്പെഷ്യലൈസേഷനിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടണ്ടേ. അപ്പോൾ പേരിനൊരു എം.കോം അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാലിക്കറ്റ് പറ്റുമെങ്കിൽ കാലിക്കറ്റിലോട്ട് പോകുക. അതല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഗ്നോ, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ്. ദെൻ ഇതിൻ്റെയൊക്കെ എന്താണ് സ്ട്രക്ചർ ഏകദേശം സെയിം ആണ്. അസൈൻമെൻറ്റ് SGOയുടെ ആണെങ്കിലും ഇഗ്നോൻ്റെ ആണെങ്കിലും ഈ പറയണ അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ രണ്ടിലും വേണം. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ദെൻ സിലബസിൻ്റെ കേസിലോട്ട് പോകുമ്പോഴൊക്കെ സെയിം ആണ് ഏകദേശമൊക്കെ വരുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കുക. SGO ആണെങ്കിലും ഇഗ്നോ ആണെങ്കിലും. ഇഗ്നോ പിന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരളത്തിലുള്ള കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന. നമ്പർ 1 കാലിക്കറ്റ് ഉണ്ട്, ഇഗ്നോ ഉണ്ട്, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇനി ഭാരതിയാറിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ തൊട്ടപ്പുറത്തെ സ്റ്റേറ്റിൽ എടുക്കുന്നതാണ് അവർ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് നമ്മുടെ സ്റ്റേറ്റ് വിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയുടെ കേസിലോട്ട് പോകുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് നമ്മുടെ സ്റ്റേറ്റിലോട്ട് വന്നിട്ട് ആക്റ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇതുവരെയായിട്ട് ഭാരതിയാർ 2022 ശേഷം വിളിച്ചിട്ടില്ല. വിളിച്ചാൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ഡിസ്റ്റൻസ് മോഡാണ്. അതിന് നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യും. അസൈൻമെൻറ്റ് സബ്മിഷൻ ഉണ്ടായിരിക്കും, അറ്റൻഡൻസ് മസ്റ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 യൂണിവേഴ്സിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടികൾ ഭാരതിയാറിലോട്ട് പോകാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്സാവാൻ എളുപ്പമാണ്. ബട്ട് അവരിപ്പോൾ പുതിയതായിട്ട് കോഴ്സസ് ഓഫർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. ഓൺലൈനായിട്ടുള്ള ഒരു മോഡിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരു റെഗുലർ കോളേജിൽ പഠിക്കുന്ന അതേ ഒരു എഫക്റ്റ് വരാനാണ് അവർ നോക്കുന്നത്. അതിന് UGC റെക്കഗ്നേഷൻ ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ടായിരിക്കും, അസൈൻമെൻറ്റ് സബ്മിഷൻ ഉണ്ടായിരിക്കും. സാധാരണ ഉള്ള ഫീ അത്യാവശ്യം കൂടുതലായിരിക്കും. കേരളത്തിലോട്ട് വരുന്ന സമയത്ത് കാലിക്കറ്റ് പഠിക്കാനുണ്ട്, വാല്യൂ ഉണ്ട്. ഇഗ്നോ, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് പഠിക്കാനുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് സിലബസ് വൈസ് നോക്കുമ്പോൾ കാലിക്കറ്റിൻ്റെ അത്രയ്ക്ക് പോരാ. ബട്ട് റെക്കഗ്നീഷൻ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് ആവട്ടെ, ഇഗ്നോ ആവട്ടെ, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആവട്ടെ, 3നും റെക്കഗ്നീഷൻ ഉള്ളതാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം. ബട്ട് അസൈൻമെൻറ്റ് വയ്ക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് കാലിക്കറ്റിലോട്ട് പോകാം. കാലിക്കറ്റ് ഇപ്രാവശ്യം വിളിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ ജൂൺ 15-ാം തീയതി മുതൽ അഡ്മിഷൻ ആരംഭിക്കുന്നു പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ള. ഞാൻ എൻ്റെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള KCS ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഇഗ്നോയ്ക്കും ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, KCS ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിനൊക്കെ റെക്കഗ്നീഷൻ ഉണ്ട്. ബട്ട് ഭാരതിയാർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ മോഡിലുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലാണ്ട് പ്യുവർ ഡിസ്റ്റൻസ് അല്ല. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫിനാൻസ് എടുക്കണോ മാർക്കറ്റിംഗ് എടുക്കണോ, അതുപോലെ തന്നെ ബി.കോം എടുക്കണോ BBA എടുക്കണോ? ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാലും ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, സ്പെഷ്യലൈസേഷനിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഫ്യൂച്ചറിൽ ഏത് ജോബിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എടുക്കുക. ഞാൻ എപ്പോഴും കുട്ടികൾക്ക് കൂടുതൽ സജസ്റ്റ് ചെയ്യാറ്
ഡിഗ്രിക്കാണെങ്കിൽ ഫിനാൻസ് ആണ്, MCOMനാണെങ്കിലും ഫിനാൻസ് തന്നെയാണ്. കാരണം MCOM നമ്മളിപ്പോൾ കാലിക്കറ്റിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാർക്കറ്റിംഗ് എടുക്കുമ്പോൾ അതിന് ബുക്ക് തന്നെ പ്രോപ്പറായിട്ട് കിട്ടാനില്ല, വളരെ കുറച്ച് കുട്ടികളെ പഠിക്കുള്ളൂ. ദെൻ ഫ്യൂച്ചറിലാണെങ്കിലും ഇപ്പം നിങ്ങൾ PhD ചെയ്യാനാണെങ്കിലും MPhil ചെയ്യാനാണെങ്കിലും എന്ത് പഠിക്കാനാണെങ്കിലും അവിടെയൊക്കെ ഫിനാൻസ് ആണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഫിനാൻസിനാണ്. ഓക്കെ, ദെൻ മാർക്കറ്റിങ്ങിന് ഇല്ല എന്നല്ല, ബട്ട് നിങ്ങൾക്ക് താല്പര്യം മാർക്കറ്റിംഗ് ആണെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ലാസ്റ്റ് സെമസ്റ്ററിൽ മാത്രമാണ് ഈ പറയുന്ന ചേഞ്ചസ്, 3rd 4th 2 പേപ്പേഴ്സിൻ്റെ വ്യത്യാസം മാത്രമാണ് ഈ പറയുന്ന ഫിനാൻസ് മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻസ് തമ്മിലുള്ളൂ. ബാക്കി എല്ലാതും സെയിം ആണ്. ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാന്നുള്ളത് തീരുമാനിക്കും. ഞാൻ എപ്പോഴും പറയുന്നു, പഠിക്കാനും വാല്യൂവിനും ഏറ്റവും ബെസ്റ്റ് കാലിക്കറ്റ് ആണ്. ഇനി കാലിക്കറ്റ് ഇപ്രാവശ്യം ഓഫർ ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇഗ്നോ ഉണ്ട്, ഇതിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇഗ്നോ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. MBA ചെയ്യണമെങ്കിൽ ഇഗ്നോ മാത്രമാണ് നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളൂ. ബാക്കി ഒരിക്കലും ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ MBAക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് MBA ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ഇഗ്നോയിലേക്ക് മാത്രം നോക്കുക. ദെൻ അതിന് റെക്കഗ്നീഷൻ ഉണ്ട് താനും. ഓക്കെ, ദെൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഓൾറെഡി 15-ാം തീയതി ആരംഭിക്കുന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഭാരതിയാർ പഠിച്ച് പാസ്സാവുന്ന പോലത്തെ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നതല്ല. UGC അതിനൊക്കെ പിടിച്ച് കെട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഭാരതിയാർ ഇപ്പോൾ ഡിസ്റ്റൻസ് പുതിയതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാക്കി ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നിർബന്ധമായും അതിന് റെക്കഗ്നീഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. അത് നിങ്ങളുടെ പരിപാടിയാണ്. ദെൻ ഒരുപാട് പൈസ കൊടുത്തിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ അതിന് റെക്കഗ്നീഷൻ ഉണ്ടോ നോക്കണം. ഇത്രയും കാശ് കൊടുത്ത് പഠിച്ചിട്ട് അതിനുള്ള മൂല്യം തിരിച്ച് കിട്ടും. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിയൊക്കെ വെറുതെ കുറേ പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. ആ പഠിച്ചിട്ട് അതിനുള്ള ഗുണം കിട്ടും എന്നുള്ളത് ഉറപ്പാക്കുക. ഓക്കെ, അത് നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ളത്. സോ ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ട് ഡിസ്റ്റൻസ് പഠിക്കാൻ പറയാനുള്ളത്. ഇനി സ്പെഷ്യലൈസേഷൻ്റെ ഡൗട്ടും BCom BBA MCom MBA ഏതെടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള സെപ്പറേറ്റ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ദെൻ നമ്മൾ ഓൺലൈനായിട്ട് ഈ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.